നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസൈൻ ടാബ് അതുപോലെ തന്നെ അനിമേഷൻ പഠിച്ചു. അപ്പം ട്രാൻസിഷൻ പഠിച്ചു, സ്ലൈഡിന് എങ്ങനെയാണ് ട്രാൻസിഷൻ കൊടുക്കുന്നത്, അതുപോലെ തന്നെ കസ്റ്റം അനിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഒബ്ജക്റ്റിനും അനിമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, കസ്റ്റം അനിമേഷൻ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ലൈഡ് ഷോ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടാബ് സ്ലൈഡ് ഷോ ആണ്. സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ, ഈ 3 ടാബുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ പറഞ്ഞ ഏതൊക്കെ 7 ടാബുകൾ, ഹോം ടാബ് പറഞ്ഞു, ഇൻസേർട്ട്, ഡിസൈൻ, അനിമേഷൻ, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പറയാനുള്ളത് സ്ലൈഡ് ഷോ, റിവ്യൂ ആൻഡ് വ്യൂ. അപ്പം സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് എന്താണ്? സ്ലൈഡ് ഷോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്, മോണിറ്റർ ഉണ്ട്. ഇത്രയുമാണ് സ്ലൈഡ് ഷോയിൽ വരുന്നത്. സ്ലൈഡ് ഷോ എന്തിനു വേണ്ടിയിട്ട്? നമ്മളൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കിയതിന് ശേഷം അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? സ്ലൈഡ് ഷോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര സ്ലൈഡ് ഉണ്ടോ അത്രയും സ്ലൈഡ്സിനെയും, ഇപ്പോൾ ഓരോ സ്ലൈഡിനെയും നമുക്കിപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു വ്യൂവിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ ഫുള്ളായിട്ട് ഒരു സ്ലൈഡിനെ മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? സ്ലൈഡ് ഷോ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ വ്യൂസ് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതെന്ന് പറയുന്നത് നോർമൽ വ്യൂ ആണ്. അപ്പോൾ സ്ലൈഡിൻ്റെ ഒരു ചെറിയ ഒരു ഫോർമാറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഉള്ള വ്യൂ ആണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു സ്ലൈഡിനെ നമ്മുടെ സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? സ്ലൈഡ് ഷോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലൈഡ് ഷോ നമുക്ക് ഏതൊക്കെ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം? ഇവിടെ കണ്ടോ, ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ആണ്. ഇതിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഫ്രം ബിഗിനിങ് ഉണ്ട്, ഫ്രം കറണ്ട് സ്ലൈഡ് ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റം സ്ലൈഡ് ഷോ ഉണ്ട്. അപ്പോൾ ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ലൈഡ് ഷോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രസൻറ്റേഷനിൽ ഒരു 10 സ്ലൈഡ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ സ്ലൈഡ് തൊട്ട് നമ്മുടെ സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാനാണ് ഫ്രം ബിഗിനിങ് കൊടുത്തേക്കുന്നത്. ഇനി ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലൈഡ് അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ രണ്ടാമത്തെ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്തപ്പോൾ രണ്ടാമത്തെ സ്ലൈഡാണ് സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ ആ സ്ലൈഡ് മുതൽ നമുക്ക് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. ഫ്രം ബിഗിനിങ് സ്ലൈഡ് ഷോ ആരംഭിക്കാനുള്ള ഫ്രം ബിഗിനിങ് തൊട്ടാണെങ്കിൽ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് F5 ആണ്. ഫംഗ്ഷൻ കീ F5 ആണ് പവർ പോയിന്റിൽ. സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ. ഇനി ഫ്രം കറണ്ട് സ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ Shift+F5 ആണ് ഷോർട്ട് കട്ട് കീ. അപ്പം ഒരു വ്യത്യാസമേ ഉള്ളൂ. ഫ്രം കറണ്ട് സ്ലൈഡ് ആണെങ്കിൽ ഷിഫ്റ്റ് കൂടി ആഡ് ചെയ്യുക. F5 ആണ് ഷോർട്ട് കട്ട് കീ. അപ്പോൾ ഫ്രം ബിഗിനിങ് സ്ലൈഡ് ഷോയുടെ ഫ്രം ബിഗിനിങ് ആണെന്നുണ്ടെങ്കിൽ F5ഉം ഫ്രം കറണ്ട് സ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ Shift+F5ഉം ആണ് ഷോർട്ട് കട്ട് കീസ് വരുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റ് സ്ലൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഫ്രം ബിഗിനിങ് ഞാൻ സ്ലൈഡ് ഷോ കൊടുക്കുകയാണ്. സ്ലൈഡ് ഷോ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ നമ്മുടെ സ്ലൈഡ് ഇങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കണ്ടോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള ഡിസൈൻ, അതായത് നമ്മൾ എന്താണോ അതിൽ നമ്മൾ അനിമേഷൻ കൊടുത്തിട്ടുള്ളത്, നമ്മൾ മൗസ് ക്ലിക്കാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ട്രാൻസിഷനും അനിമേഷനും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നോക്കി, ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് പോയി. വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആദ്യത്തെ ടെക്സ്റ്റ് വിത്ത് അനിമേഷൻ വന്നു. അടുത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഒബ്ജക്റ്റ് വിത്ത് അനിമേഷൻ വന്നു. ഒന്നുകൂടെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് പോയി. അവിടെ എന്ത് ചെയ്തു? ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തപ്പോൾ അനിമേഷൻ വിത്ത് ഒബ്ജക്റ്റ് വന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എത്ര സ്ലൈഡ് ഉണ്ടോ അത്രയും സ്ലൈഡിലേക്ക് പോകും. അതിനുശേഷം എൻഡ് ഓഫ് ദ സ്ലൈഡ് കാണിക്കും. എൻഡ് ഓഫ് ദ സ്ലൈഡ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നുകിൽ കീബോർഡിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ പ്രസൻറ്റേഷൻ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രസൻറ്റേഷൻ വിൻഡോയിലേക്ക് വരും. ഇതാണ് സ്ലൈഡ് ഷോ. ഇനി ഫ്രം കറണ്ട് സ്ലൈഡ് വിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം Shift+F5 കൊടുത്തിട്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന എന്താണെന്ന് വെച്ചാൽ സെറ്റപ്പ് ആണുള്ളത്. സെറ്റപ്പിൽ സെറ്റപ്പ് സ്ലൈഡ് ഷോ സെറ്റപ്പ് ചെയ്യാം. ഹൈഡ് സ്ലൈഡ് ഉണ്ട്, റെക്കോർഡ് നറേഷൻ, റിഹേഴ്സ് ടൈമിംഗ് ഉണ്ട്. റിഹേഴ്സ് ടൈമിംഗ് എന്താ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. റിഹേഴ്സ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ലൈഡിലുള്ള ഓരോ ഒബ്ജക്റ്റും എത്ര ടൈമിന് ശേഷം വരണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് റിഹേഴ്സ് ടൈമിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റിഹേഴ്സ് ടൈമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈഡ് ഷോ എങ്ങനെ വരും? ഇവിടെ നമുക്കൊരു ടൈമിങ്ങിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് പോലെ വരും. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ഡയലോഗ് ബോക്സ് പോലെ വരും. ഇതിനകത്ത് കണ്ടോ ടൈം പോകുന്ന കണ്ടോ? ഇതിലെപ്പം അടുത്ത ഒബ്ജക്റ്റ് എപ്പോൾ വരണമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കണ്ടോ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു സ്ലൈഡിൽ അടുത്ത ഒബ്ജക്റ്റ് വരും. ഇനി ഇത്ര ടൈമിന് ശേഷം നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ
അടുത്ത ഒബ്ജക്റ്റ് എങ്ങനെയാണ് വരേണ്ടത്, അല്ലെങ്കിൽ അടുത്ത ട്രാൻസിഷൻ ആണോ, അടുത്ത സ്ലൈഡിലേക്ക് പോകണോ. കണ്ടോ, ഞാൻ ഈ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് പോയി. ഇനി ഇത്രയും സെക്കൻഡുകൾക്ക് ശേഷം എന്ത് ചെയ്തു, അടുത്ത ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമിന് ശേഷമായിരിക്കും അടുത്ത ടെക്സ്റ്റ് വരുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, റിഹേഴ്സൽ കൊടുക്കാം. റിഹേഴ്സ് ടൈമിങ് യൂസ് ചെയ്തിട്ട് ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, റിഹേഴ്സ് ടൈമിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റിഹേഴ്സ് ടൈമിങ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ എത്ര ടൈം യൂസ് ചെയ്തു, ഇനി സെക്കൻഡ് സ്ലൈഡിൽ എത്ര ടൈം യൂസ് ചെയ്തു, തേർഡ് സ്ലൈഡിൽ എത്ര ടൈം യൂസ് ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് റിഹേഴ്സ് ടൈമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റിഹേഴ്സ് ടൈമിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ ടിക്ക് മാറ്റി കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് മോണിറ്റർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതിനകത്ത് റെസല്യൂഷൻ അങ്ങനെ കുറച്ച് യൂസ് പ്രസൻറ്റർ വ്യൂ അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്ലൈഡ് ഷോ ആണ്. സ്ലൈഡ് ഷോയുടെ ഷോർട്ട് കട്ട് കീസ് പഠിക്കുക, അതുപോലെ തന്നെ റിഹേഴ്സ് ടൈമിങ്ങുമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത 2 ടാബുകൾ എന്ന് പറയുന്നത് റിവ്യൂ ടാബും വ്യൂ ടാബും ആണുള്ളത്. ഇനി അടുത്ത റിവ്യൂ ടാബിലേക്ക് പോകാം. റിവ്യൂ ടാബ് എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് റിവ്യൂ ടാബിനകത്ത് വരുന്ന ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്, പ്രൂഫിംഗ് ഉണ്ട്, കമൻസ് ഉണ്ട്, പ്രൊട്ടക്റ്റ് പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതറിയാലോ, പ്രൂഫിങ്ങിൽ വരുന്നത് സ്പെല്ലിങ്, റിസർച്ച്, തെഷേഴ്സ്, ട്രാൻസ്ലേറ്റ്, ലാംഗ്വേജ്, ഇത്രയും ഓപ്ഷൻസ് ആണ് ഏതിൽ വരുന്നത്, പ്രൂഫിങ്ങിനകത്ത് വരുന്നത്. ഇത് നമ്മളെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മളിതെല്ലാം ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് വീടിനകത്തൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഏതായത് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാം, നമുക്ക് റിസർച്ച് ചെയ്യാം, തെഷേഴ്സ് മീനിങ്, അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ്, ലാംഗ്വേജ്, ഇത്രയും ഓപ്ഷൻസ് ആണ് പ്രൂഫിങ്ങിനകത്ത് വരുന്നത്. പിന്നെ കമൻസ് ഉണ്ട്. കമൻസ് നമുക്ക് ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, പ്രീവിയസ് കമൻസിലേക്ക് പോകാം, നെക്സ്റ്റ് കമൻറ്റിലേക്ക് പോകാം. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് പ്രസൻറ്റേഷൻ, നമ്മൾ ഡോക്യുമെൻ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലേ, അൺഓതറൈസ്ഡ് ആയിട്ട് ആരും ആക്സസ് ചെയ്യാതെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തതുപോലെ നമ്മുടെ പ്രസൻറ്റേഷനെയും നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡൊക്കെ യൂസ് ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇനി അടുത്ത ടാബ് വരുന്നത് വ്യൂ ടാബാണ്. വ്യൂ ടാബിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രസൻറ്റേഷൻ വ്യൂസ് ആണ്. മെയിനായിട്ടും ഉള്ളത് 4 ടൈപ്പ് വ്യൂസ് ആണ് ഇതിനകത്ത് വരുന്നത്. നോർമൽ വ്യൂ ഉണ്ട്, സ്ലൈഡ് സോർട്ടർ വ്യൂ ഉണ്ട്, നോട്ട്സ് പേജ് വ്യൂ ഉണ്ട്, സ്ലൈഡ് ഷോ വ്യൂ ഉണ്ട്. സ്ലൈഡ് ഷോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോർമൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റേഷൻ നമ്മൾ എഡിറ്റ് ചെയ്യുകയും തയ്യാറാക്കുകയും ചെയ്യുന്ന ആ ഒരു വ്യൂ ആണ് നോർമൽ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഏത് വ്യൂ ആണ്, നോർമൽ വ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വ്യൂ ഏതാണെന്ന് ചോദിച്ചാൽ അത് നോർമൽ വ്യൂ ആണ്. ഈ നോർമൽ വ്യൂവിൽ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്കൊരു ടാസ്ക് പാൻ കാണും. ഇവിടെ നമുക്ക് എന്തുണ്ട്, സ്ലൈഡ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഔട്ട്ലൈൻ, ഓരോ സ്ലൈഡിൻ്റെയും ഔട്ട്ലൈൻ, അതായത് അതിനകത്തുള്ള ജസ്റ്റ് ഔട്ട്ലൈൻ കണ്ടന്റും ആ ഒരു സ്ലൈഡ് മാത്രമായിരിക്കും ഔട്ട്ലൈനകത്ത് ഉണ്ടായിരിക്കുക. ഇതാണ് എന്ത്, നോർമൽ വ്യൂ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. സോർട്ട് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. സോർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ലൈഡ്സിനെയൊക്കെ നമുക്ക് റീ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഏത് വ്യൂവിലാണെന്ന് ചോദിച്ചാൽ ഏത് വ്യൂവിലാണ്, ഈ സ്ലൈഡ് സോർട്ടർ വ്യൂവിലാണ് സ്ലൈഡ്സിനെ നമുക്ക് റീ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സ്ലൈഡ് സോർട്ടർ വ്യൂ നമുക്ക് എടുത്തു നോക്കാം. ഇതിനെ സ്ലൈഡ് സോർട്ടർ വ്യൂ എടുത്തു. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ, ഇപ്പം ഇങ്ങനെ എത്ര സ്ലൈഡ് ഉണ്ടോ അത്രയും സ്ലൈഡ് നമുക്ക് ഈ ഒരു വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ 1ാമത്തെ സ്ലൈഡ് 1ാമത് വേണ്ട, എനിക്കിത് ഈ 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്ക് വരണം. അപ്പം ഞാൻ ഇതിനെ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഏത് പൊസിഷനിൽ വേണോ അവിടെ കൊണ്ടുവെക്കാം. കണ്ടോ, ഇതാണ് ഏത്, സ്ലൈഡ് സോർട്ടർ വ്യൂ. അപ്പോൾ എക്സാമിന് ചോദിക്കും സ്ലൈഡ്സിനെ റീ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന വ്യൂ ഏതാണ്, സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. ഇനി സ്ലൈഡ്സിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ റെപ്രസെൻറ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്, സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. കണ്ടോ, ഓരോ സ്ലൈഡിനെയും നമുക്ക് ചെറുതായിട്ട് എത്ര സ്ലൈഡ്സ് ഉണ്ടോ അത്രയും സ്ലൈഡ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നോട്ട്സ് പേജ് വ്യൂ ആണ്. നോട്ട്സ് പേജ് വ്യൂ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് സ്ലൈഡിൻ്റെ ഒരു ചെറിയ പോർഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ഈ സ്ലൈഡിനെ പറ്റിയിട്ടുള്ള നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പീക്കർ നോട്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഏത് വ്യൂവിലാണെന്ന് ചോദിച്ചാൽ അത് നോട്ട്സ് പേജ് വ്യൂവിലാണ് സ്പീക്കർ നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നോട്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വ്യൂ ഏതാണെന്ന് ചോദിച്ചാൽ അത് നോട്ട്സ് പേജ് വ്യൂ ആണ്.
പിന്നുള്ളത് നാലാമത്തെ സ്ലൈഡ് ഷോ ആണ്. സ്ലൈഡ് ഷോ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്, ഫുൾ സ്ക്രീനിൽ നമുക്ക് സ്ലൈഡ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, സ്ലൈഡ് ഷോ വ്യൂ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട 4 വ്യൂസ്: നോർമൽ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, നോട്ട്സ് പേജ് വ്യൂ ആൻഡ് സ്ലൈഡ് ഷോ വ്യൂ. പിന്നെ ഇതിനകത്ത് വരുന്നത് മാസ്റ്റർ സ്ലൈഡ്സ് ആണ്. മെയിനായിട്ടുമുള്ള മാസ്റ്റർ സ്ലൈഡ്സ് എന്ന് പറയുന്നത് സ്ലൈഡ് മാസ്റ്റർ ഉണ്ട്, ഹാൻഡ് ഔട്ട് മാസ്റ്റർ ഉണ്ട്, നോട്ട്സ് മാസ്റ്റർ ഉണ്ട്. സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പൺ സ്ലൈഡ് മാസ്റ്റർ വ്യൂ ടു ചേഞ്ച് ദ ഡിസൈൻ ആൻഡ് ലേ ഔട്ട് ഓഫ് ദ മാസ്റ്റർ സ്ലൈഡ്. നമ്മുടെ മാസ്റ്റർ സ്ലൈഡ്സിൻ്റെ ലേ ഔട്ടും ഡിസൈനും ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ സ്ലൈഡ് മാസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ലൈഡ് മാസ്റ്റർ ഞാൻ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, ഇവിടെ നമുക്ക് പല രീതിയിൽ മാസ്റ്റർ സ്ലൈഡ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതി എടുത്തിട്ട് ഇതിനകത്ത് മാസ്റ്റർ സ്ലൈഡിന് ഏത് രീതിയിലാണോ, ഏത് ഡിസൈൻ വേണം, ഏത് ലേ ഔട്ട് വേണം എന്നുള്ളത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് സ്ലൈഡ് മാസ്റ്റർ. അടുത്തത് ഹാൻഡ് ഔട്ട് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ എന്ന് പറയുന്നത് ഹാൻഡ് ഔട്ട് മാസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റഡ് ഹാൻഡ് ഔട്ട്സിൻ്റെ ലേ ഔട്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എത്ര സ്ലൈഡ്സ് ഉണ്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ ഹെഡർ, ഡേറ്റ്, ഫൂട്ടർ, അതുപോലെ പേജ് നമ്പറൊക്കെ നമുക്ക് ഈ ഹാൻഡ് ഔട്ട് മാസ്റ്ററിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്ഷൻ, ഇതിൽ എത്ര സ്ലൈഡ് വേണം എന്നുള്ള ഓപ്ഷന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് നോട്ട്സ് മാസ്റ്റർ ആണ്. നോട്ട്സ് മാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാം എന്താണ്, നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. നോട്ട്സ് പേജ് ഓറിയൻറ്റേഷൻ. ഇത് നോക്കി, ഈ നോട്ട്സ് പേജ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബൈ ഡീഫോൾട്ടായിട്ട് പോർട്രേറ്റ് ആണ്. ലാൻഡ്സ്കേപ്പ് നമ്മൾ സ്ലൈഡ്സിൻ്റെ ഓറിയൻറ്റേഷൻ പഠിച്ചിരുന്നത്, സ്ലൈഡ്സിൻ്റെ ഓറിയൻറ്റേഷൻ ഡീഫോൾട്ട് ലാൻഡ്സ്കേപ്പ് ആയിരിക്കും. പക്ഷേ നോട്ട്സ് പേജ് ഓറിയൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഡീഫോൾട്ടായിട്ട് എന്ത് തന്നെയാണ്, പോർട്രേറ്റ് തന്നെയാണ്. ലാൻഡ്സ്കേപ്പ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ എന്താണ്, സ്ലൈഡ് ഓറിയൻറ്റേഷൻ ഡീഫോൾട്ട് കിടക്കുന്നത് ഏതാണ്, സെലക്ട് ആയി കിടക്കുന്ന ലാൻഡ്സ്കേപ്പ് ആണ്. പക്ഷേ നോട്ട്സ് പേജ് ഓറിയൻറ്റേഷൻ എടുത്തു കഴിയുമ്പോൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന ഏതാണ്, പോർട്രേറ്റ് ആണ്. പിന്നെ ഇവിടെ പേജ് സെറ്റപ്പ് ഓപ്ഷൻ ഉണ്ട്. പേജ് സെറ്റപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് സെറ്റപ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യൂസിനകത്ത് വരുന്നത് മെയിനായിട്ടും ഇത്രയാണ്. ഏതാണ്, വ്യൂസിൽ വരുന്ന നോർമൽ വ്യൂ ഉണ്ട്, സ്ലൈഡ് സോർട്ടർ വ്യൂ ഉണ്ട്, നോട്ട്സ് പേജ് വ്യൂ ഉണ്ട്, സ്ലൈഡ് ഷോ ഉണ്ട്. പിന്നെ വരുന്നത് സ്ലൈഡ് മാസ്റ്റർ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ ആൻഡ് നോട്ട്സ് മാസ്റ്റർ ആണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഷോ ഓർ ഹൈഡ് ആണ്. നമുക്ക് റൂളറും ഗ്രിഡ് ലൈനും മെസ്സേജ് ബാറൊക്കെ ഷോ ചെയ്യാം അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാം. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സൂം ഓപ്ഷൻ ആണ്. സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ആണ്. സൂം ഓപ്ഷൻസ് നമുക്കറിയാം ഇതിനകത്ത് വരുന്ന, അതായത് പവർ പോയിന്റിൽ വരുന്ന മെയിനായിട്ടുമുള്ള സൂം ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫിറ്റ് ഉണ്ട്, 400%, 200%, 100%, 66%, 50%, 33%. ഇത്രയുമാണ് പവർ പോയിന്റിലുള്ള സൂം ഓപ്ഷൻസ് എന്ന് പറയുന്നത്. മിനിമം 10%, മാക്സിമം 400%. അത് ഓർത്തിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ്, 400, 200, 100, 66, 50, 33 ഇത്രയും ഓപ്ഷൻസ് ആണ് സൂം ഓപ്ഷൻസ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്നത് കളർ ഓർ ഗ്രേ സ്കെയിൽ മോഡുണ്ട്, അതുപോലെ തന്നെ വിൻഡോ ഉണ്ട്, മാക്രോസ് ഉണ്ട്. ഇതൊന്നും ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ മാക്രോസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പവർ പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരുന്നത്. നമുക്ക് പറയാനുള്ള ഇവിടെ ഹാൻഡ് ഔട്ട് മാസ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ സ്ലൈഡ് മാസ്റ്റർ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ, നോട്ട്സ് മാസ്റ്റർ പറഞ്ഞു. അപ്പം ഇവിടെ എത്ര സ്ലൈഡ്സ് ഈ പേജിൽ വരണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹാൻഡ് ഔട്ട് മാസ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കണ്ടോ പേജ് സെറ്റപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് ഔട്ട് ഓറിയൻറ്റേഷൻ ഉണ്ട്. ഹാൻഡ് ഔട്ട് ഓറിയൻറ്റേഷനും എന്തായിരിക്കും, ഡീഫോൾട്ട് പോർട്രേറ്റ് തന്നെ ആയിരിക്കും. ഇനി ഇവിടെ സ്ലൈഡ് ഓറിയൻറ്റേഷൻ ഉണ്ട്, അതെന്തായിരിക്കും, അത് നമുക്ക് അറിയാലോ, ലാൻഡ്സ്കേപ്പും പോർട്രേറ്റുമാണ് ഓറിയൻറ്റേഷൻ വരുന്നത്. ഇവിടെ കണ്ടോ സ്ലൈഡ്സ് പെർ പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു പേജിൽ എത്ര സ്ലൈഡ് വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെയാണ്, വൺ സ്ലൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ സ്ലൈഡ് മാത്രമേ ഈ ഹാൻഡ് ഔട്ടിൽ വരത്തുള്ളൂ. ഇനി 2 സ്ലൈഡ് കൊടുത്തു കഴിഞ്ഞാൽ 2 സ്ലൈഡ് വരും. അങ്ങനെ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്, 3 സ്ലൈഡ് ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, സ്ലൈഡ് ഔട്ട്ലൈൻ ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് സ്ലൈഡ് പെർ പേജസിൽ വരുന്ന ഏതിൽ, ഹാൻഡ് ഔട്ടിൽ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. 1 സ്ലൈഡ്, 2 സ്ലൈഡ്, 3 സ്ലൈഡ്, 4 സ്ലൈഡ്, അതുവരെ കണ്ടിന്യൂസ് ആണ് വരുന്നത്. പിന്നെ 5 പിന്നെ വരുന്ന 6ഉം 9ഉമാണ്. 6 സ്ലൈഡ് ഉണ്ട്, 9 സ്ലൈഡ് ഉണ്ട്, പിന്നെ സ്ലൈഡ് ഔട്ട്ലൈനും ഉണ്ട്. ബൈ ഡീഫോൾട്ടായിട്ട് എത്ര സ്ലൈഡാണ്, 6 സ്ലൈഡ് ആയിരിക്കും ഇതിനകത്ത് കാണുക.
നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് സ്ലൈഡ്സ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയുമാണ് പവർ പോയിന്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓണമായിട്ട് അനുബന്ധിച്ച് ഇടയ്ക്ക് ഓണത്തിനോടടുത്ത് കുറച്ച് ദിവസങ്ങളിൽ ക്ലാസ് കാണത്തില്ല. തിരുവോണം അവിട്ടം അങ്ങനെ 2-3 ദിവസങ്ങളിൽ ക്ലാസ് കാണത്തില്ല. കുറച്ച് തിരക്കുകളുണ്ടായതുകൊണ്ട് അതിനുശേഷം നമുക്കിപ്പോൾ നമ്മുടെ പോർഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. വേഡ്, എക്സൽ, പവർ പോയിന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേഡിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എക്സലിൻ്റെയും. ഇനി എക്സലിൻ്റെയും പവർ പോയിന്റും വേഡിനകത്ത് ബാക്കി നമുക്ക് പറയാനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്ററിൻ്റെ ക്ലാസ് നമുക്കിനി ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ക്ലാസ്സുകളൊന്ന് റിവൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എക്സാമിൻ്റെ ടൈം ആവും എന്തായാലും. അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനൽ, അതിൻ്റെ ഞാൻ യൂസ് ചെയ്തിരുന്ന എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ട് യൂസ് ചെയ്തിരുന്ന നമ്പർ പോയിട്ടുണ്ട്. അപ്പം ആ ഒരു ടെലഗ്രാം ചാനൽ എനിക്കിപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും അതിനകത്ത് ഇപ്പോൾ ക്ലാസ്സുകൾ ഫോർവേഡ് ചെയ്യുക. എല്ലാവരും എന്തായാലും 3 മണിക്കായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ ചാനൽ നോക്കുക, യൂട്യൂബ് ചാനലിൽ തന്നെ നോക്കുക. ക്ലാസ്സുകൾ എനിക്കിപ്പോൾ ടെലഗ്രാമിൽ ഇട്ട് തരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ടെലഗ്രാം ചാനൽ തുടങ്ങേണ്ടി വരും. തുടങ്ങിയിട്ട് അതിനകത്തോട്ടായിരിക്കും ക്ലാസ്സുകൾ ഫോർവേഡ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും അറിയിക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്